ഇത് നോക്കിയേ, തുറന്ന് വിട്ട രക്ഷപ്പെടുത്തി വിട്ട സാധനങ്ങളാണ്. ഈ റെയിൻകോട്ട് അങ്ങോട്ട് മേടിച്ചേ, അപ്പം എന്നെ കാണിച്ചു കൊടുക്കട്ടെ. അയ്യോ ചത്തിട്ടില്ല. വാവ് ഇപ്പോൾ വന്നതുകൊണ്ട് രക്ഷപ്പെട്ട്. കണ്ടല്ലോ, നമ്മൾ ചെമ്മീൻ കുഞ്ഞിന് വിട്ടതാണ്. ഉമ്മർക്ക് വള്ളത്തിൽ കയറി കിടക്കണമെന്ന്. ഞങ്ങളുണ്ടല്ലോ കുറേ ദിവസമായിട്ട് നമ്മളിവിടെ ചെമ്മീൻ കെട്ടിൽ നടക്കണേ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ മീൻ പിടിക്കാൻ പറ്റണല്ലേ. ഇതിനകത്തായിട്ട് നമ്മൾ കുറേ പൈസയും ചെമ്മീൻ കുഞ്ഞുങ്ങൾ, പൈസ അല്ല മീൻസ് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. ഇങ്ങോട്ടൊന്നും കിട്ടണില്ല മച്ചാന്മാരെ. പിടിച്ചിട റോഷ ഇത് ഇനി അത് മറിച്ചിടല്ലേ കുന്തം, അത് പിടിച്ചിട്ട് നടന്നു വഴിയിടാം. അപ്പം ഞങ്ങളുണ്ടല്ലേ ഇന്ന് കുറച്ച് മീനെ പിടിക്കണം മച്ചാന്മാരെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നല്ല വിലയുള്ള സമയമാണ്. ട്രോളിംഗ് നിരോധനമാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ട്രോളിംഗ് നിരോധനമായിട്ട് കടലിലൊന്നും മീനില്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കായൽ മീനുകൾക്ക് നല്ല വിലയുണ്ട്. പക്ഷേ എനിക്ക് പിടിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് മീനൊന്നും കിട്ടണില്ല. ഇപ്പം മീൻ പിടിച്ചാൽ കാശാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറേ പൈസ ഇങ്ങനെ ഇടണം എന്നല്ലാണ്ട് ഇങ്ങോട്ടൊന്നും കിട്ടണില്ല. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു പുതിയ വലയൊക്കെ ഉണ്ടാക്കി. ഒരു വല അവിടെ ഇരിപ്പുണ്ട്. ആ പുതിയ വല കൊണ്ട് ഇട്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 5-6 കരിമീനാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് വീണ്ടും ഞങ്ങൾ പകൽ ട്രൈ ചെയ്യാൻ പോയിട്ടുണ്ട്. പകൽ അപ്പോൾ ഈ സൈഡിൽ വീണ്ടും മനയല്ല വലയെടുത്ത് അടിക്കും. അവിടെയുള്ള മീനുകളൊക്കെ ചാടിച്ചോടിച്ച് എങ്ങനെയും പിടിക്കണം. പിടിച്ചേ പറ്റുമോ, അതാണ് പരിപാടി. അല്ലെങ്കിൽ അവിടെ രക്ഷയില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൈസ ഇടാനില്ല. കൂശൊക്കെ പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ മീൻ പിടിക്കണം നമുക്ക് എന്തായാലും കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഇട്ടില്ലായിരുന്നു. അതൊക്കെ ഞാൻ ചെമ്മീൻ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടല്ലേ, ഇപ്പോൾ വള്ളത്തിലൂടെ ചാടിക്കിടന്ന് ചെയ്യണമായിരുന്നു. ആ ഒരു പരുവത്തിലേക്ക് ആക്കി വിട്ടിട്ടുണ്ട്. നമ്മുടെ എയറേറ്ററൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തത് കൊണ്ടിട്ട് ഓക്സിജനൊക്കെ നല്ല രീതിയിലൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാത്തിനും വലിയ കുഴപ്പമില്ലാണ്ട് തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പിടിച്ച് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ഇനിയുള്ള സമയമാണ്, ഇനി വലിയ സമയം. എന്നാലും കിട്ടട്ടെ. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് വല ഇവിടെ വലയൊക്കെ ഉണങ്ങി പുതിയ വലയൊക്കെ അടിച്ച് വെച്ചിട്ട് ഒന്നും ചെയ്ത് ചെറിയ വല കേട്ടാ. അപ്പോൾ അത് ചെമ്മീന് വേണ്ടി അടിച്ചാണ്. പക്ഷേ ചെമ്മീൻ വലുതായാലും അടിക്കാൻ പറ്റുള്ളൂ. കരിമീൻ കിട്ടൂലേ? അതിനകത്ത് കരിമീൻ കിട്ടില്ല. അപ്പോൾ ഇതൊരു കുഞ്ഞിക്കച്ച് പോലെ ഞാൻ കുറച്ച് കരിമീൻ തന്നെ കിട്ടണം നമുക്കിന്ന്. കരിമീനാണ് ഭയങ്കര ഡിമാൻഡ്. വളച്ചിട്ട് നമുക്ക് വളക്കാനൊന്നും പറ്റില്ല, സൈഡിലടിക്കാം. ഈ വല നോക്കിയാൽ പുത്തൻ വല അടിച്ചിട്ട് വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വല വാങ്ങിയ പൈസ വരെ നഷ്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പുറത്ത് ഇരിപ്പുണ്ട് ഒരു വല, 2 വലയാ. അത് വലിയ വലയാണ്, നീളമുള്ള വലയാണത്. ഇത് അതെന്താണെന്നറിയാമോ, കരിമീൻ കൊള്ളണ വലയാണ്. 90-ൻ്റെ വലയാണ്. എനിക്ക് വിരൽ കണക്കൊന്നും പറയാൻ അറിയാൻ പാടില്ല. 90 എന്ന് പറഞ്ഞാൽ 90 mm അതിൻ്റെ വലയാണ്. അപ്പോൾ ഇതിനകത്ത് വലിയ അത്യാവശ്യം മുഴുത്ത കരിമീനൊക്കെ കിട്ടും. ചെറിയ കരിമീനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒന്നുമില്ല, വലിയ കരിമീനെ പിടിച്ചിട്ട് ചെറിയ കരിമീൻ അവിടെ ഇടണം. അതാണ് നമ്മുടെ പരിപാടി. ഒരു പടി ഇവിടെ കാണാണ്ടല്ലോ, ഒരു പടി അതവിടെ നിന്ന് എടുത്ത് വെക്കാം. നമ്മുടെ പടി ഓട്ടോമാറ്റിക് പടി ആയതുകൊണ്ട് അത് എപ്പോഴും എടുത്ത് വെക്കാം. അവിടെ കിടപ്പുണ്ട് തടിക്കഷ്ണല്ലേ എടുത്തോ. അത്ര നല്ല വെയിലാണ്, കരിഞ്ഞു പോകും. എനിക്കാണെങ്കിൽ അത് വെയിലുള്ളതാണ് ഇല്ല. മഴക്കാർ വെച്ച് വന്നില്ലേ? മഴ പെയ്താൽ കുഴപ്പമില്ല. എനിക്ക് ഞാൻ കറക്റ്റ് ചെരുപ്പക്കൂരിടാല്ലേ. ഇന്നലെ ഫുട്ബോൾ കളിച്ചിട്ട് ചോരകത്ത് പോയെന്നേ. ചോരകത്തായിരുന്നല്ലേ, ഞാനടുത്ത് പെയിന്റ് പറ്റിയതായിരിക്കും. ചോരകത്തിട്ട് കാല് കുത്താൻ പറ്റണില്ല താഴെ. ഇന്നൊരു 50 കരിമീനെ പിടിക്കണം. ക്രിക്കറ്റ് കളിച്ചിട്ട് 10 റൺസിനെ കൂടുതൽ അടിക്കാണ്ടോ? എന്നോട് 50 കാര്യം മൊത്തം ശോകമാണ്. എന്ത് ചെയ്തിട്ടും വിജയിക്കണല്ലേ. ക്രിക്കറ്റ് കളിച്ചിട്ട് ഞാൻ പൊട്ടണേണ്. പാണ്ടാരം വേണ്ടി അവന്മാരെ കളിയാക്കി കൊല്ലണേ. ഇന്നെന്തായാലും മീനെ പിടിക്കും. ഈ ഭാഗത്ത് കരിമീൻ ഉണ്ടാവും. ഇങ്ങനെ ഈ ഭാഗത്ത് കരിമീൻ ഉണ്ടാവുന്നില്ല. കരിമീൻ ഇഷ്ടം പോലെ ഉണ്ട്. കരിമീൻ നമ്മൾ ഇടിയാലോ കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, കരിമീൻ നമ്മൾ ഒറ്റ കരിമീൻ ഇട്ട് കൊടുത്തില്ല. പക്ഷേ കരിമീനുണ്ട്, പക്ഷേ എനിക്കൊന്നും കിട്ടണില്ല. അല്ല, അത് മലയുടെ പ്രശ്നം. ഇന്നിപ്പോൾ ഞാനുള്ളതുകൊണ്ട് കരിമീൻ കിട്ടും. അല്ലെങ്കിൽ ഇത് പൂശി പൊട്ടിക്കണേ പോയിട്ട്. അതെ, ഏതാണ്ട് പൂശൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ പൊട്ടിക്കേണ്ടി വരും. ഇപ്പം തന്നെ ഉള്ള മീനെ ഓടിക്കാണല്ലോ. ഓടിക്കൊന്നുമില്ല, ഇത് ഇറക്കമല്ലേ. ഇറക്കത്തിൽ ഇവിടെ അരികളുണ്ടാവും അല്ലേ? ഉണ്ടാവും, എനിക്കറിയാൻ പറ്റില്ല. എത്ര മീറ്റർ ഉണ്ടാവും വല? ഇല്ല, വല അയ്യോ ഇതല്ല വല, ഇതാ വല. ഈ വല അടിച്ചിട്ട് കാര്യം, ഇത് വേറെ വല അല്ലേ? നല്ല ഏകദേശം എത്ര മീറ്റർ ഉണ്ടാവും? കുറച്ചേ ഉള്ളൂ. ഇതടിച്ചിട്ട് നമുക്ക് അപ്പുറത്ത് വേറെ അടിക്കാം, രണ്ടാമത് എടുക്കാം. അധികം തന്നെ വല ഇടാൻ പറ്റില്ല നമുക്ക്. വല ഉണ്ടാക്കി തന്ന ചേട്ടൻ എന്നെ കളിയാക്കി. നിനക്കൊക്കെ എന്തിനാണ് ഞാൻ വല ഉണ്ടാക്കി തന്നെയെന്ന്. വലുതുണ്ടായിരുന്നു, പക്ഷേ ഈ വല കൊള്ളിയല്ല. ഇല്ലേ, ഇതിനേക്കാളും വലുതാ. ഈ വലയെ കൊള്ളാനുള്ള വല അല്ലെങ്കിൽ ഒരു 110 മേളിൽ വേണം. ഓരോ മീനും ഓരോ കണക്കാണല്ലേ. ഇത്ര പറ്റിയ അടിക്കണത്. പിന്നെ കരിമീൻ അടിക്കണ്ടേ, പച്ച അടിക്കാണ്ട് പിന്നെ അകലെ അടിച്ചിട്ട് എന്താ കാര്യം? അല്ല, തപ്പിയല്ലേ എന്തായാലും. ഇവിടെ കരിമീൻ അടിക്കണമെങ്കിൽ അരിയിൽ തന്നെ അടിക്കണം. സാധാരണ ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ അങ്ങനെ പോകണതല്ലേ? സാധാരണ നല്ല പണിയറിയാവുന്നവരൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ പോകില്ല.
അച്ഛൻ വരെ അപ്പം നമുക്കുണ്ടല്ലേ ഒന്നുമില്ല. ഞങ്ങൾ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ കരിമീൻ കുറച്ചുണ്ട്, ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇടയിൽ ഓടി പറഞ്ഞാൽ അരച്ചിമ്മീനാണ്. കരിമീൻ നമുക്ക് രാത്രി പിടിക്കാം. ആ ഉടക്കാണ് ഇത്, മര്യാദക്ക് ചെടി വെക്കാത്ത തന്നെ. അതിപ്പോ ഓടും അല്ല കാണി. ആ വേഗം വരട്ടെ, ഈ സൈഡ് മൊത്തം കവർ ചെയ്തേ നിൽക്കണ്ട. കണ്ടാ മച്ചാമാരതെ തടത്തിലൊക്കെ മീൻ കയറിയിരിക്കണേ, എല്ലാത്തിനെയും പിടിക്കും. ഈ മീനൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. പക്ഷെ ഇതെന്താ എൻ്റെ വലയിൽ മാത്രം കൊള്ളാത്തത്? ഞാൻ പറഞ്ഞില്ലേ വെള്ളം വേലി ഇറക്കണമല്ല. ഇപ്പം അതുകൊണ്ടൊക്കെ വേലി ഇറക്കുന്ന സമയത്ത് ഇവന്മാരെന്ത് ചെയ്യുന്നു, വെള്ളം അങ്ങോട്ടൊന്നും പോയാലോ അവന്മാരുടെ തടത്തിൽ തന്നെ ഇരിക്കും. കഥ പറയാണ്ട് വേഗം വലയിടാൻ നോക്കല്ല, അതോടെ പോവും. തീർന്ന് വലയിട്ട് തീർന്ന് അതിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും വല തീർന്നു പോയി. വളച്ചടിക്കാം, ഇങ്ങനെ വളക്കാൻ പറഞ്ഞാൽ റൗണ്ട് വേറെ ഒന്നിനെ കിട്ടിയില്ലെങ്കിലും അത് ഒരെണ്ണത്തിനെങ്കിലും പിടിക്കാം. അങ്ങനെ കണ്ട മീനെ കണ്ട കണ്ട് വല തീർന്ന ആ ചെറിയ വലയുടെ ഇത് അതെടുത്ത് അടിച്ചാലും കാര്യമില്ല, മീനെ കിട്ടില്ല. അല്ലേ ഇതിൽ മീനെ കിട്ടും ഉറപ്പാണോ? ഇതിനകത്ത് മീനെ കിട്ടും, ഉറപ്പൊന്നുമില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടി, ഞാൻ നേരത്തെ അടിച്ചിട്ടൊന്നും കിട്ടിയില്ല. ബെസ്റ്റ് അപ്പുറത്തെ കുഴിയിലെ കണ്ട നമ്മൾ. നീ ഇപ്പുറത്ത് വന്ന ഇപ്പുറത്ത് നല്ല രസം. ഇവിടെ നിന്ന് അല്ലെങ്കിൽ മീൻ ചാട് ഉറപ്പായിട്ട് വള്ളം അടിപ്പിച്ചിട്ടോട്ടാ. ഈ വള്ളത്തിൽ മീൻ ചാടി വീടും, ഉറപ്പായിട്ടും വീടും. ആ ഞാൻ അങ്ങനെ പിടിച്ചിട്ടുള്ള വള്ളം ഇങ്ങനെ എൻ്റെ രീതി തന്നെ ഇട്ടേക്കണം. മീൻ ചാടി വള്ളത്തെ വീടും കറക്റ്റായിട്ട്. വല വീഴാത്തവൻ വള്ളത്തെ വീഴണം. വെള്ളം ഇങ്ങനെ പിടിയോടാ. അയ്യോ വള്ളത്തിലല്ലേ വീണ, അപ്പുറത്തെ തോട്ടിലെ ഗ്യാപ്പിൽ വീണ. അവൻ കൊണ്ട് കേട്ടോ. നമ്മുടെ ഐഡിയ അങ്ങനെ വലിച്ച് കളത്തിലുള്ളവൻ തന്നെ ആദ്യം കിട്ടി. കുരുങ്ങി ഒറ്റടിക്ക് കുരുങ്ങി. ഉടക്കൂലെന്ന് പറഞ്ഞ പോലെ. അല്ലടാ, ഉടക്കാനായിട്ട് മീൻ വന്ന് ഇടിച്ചാലല്ലേ ഉടക്കുള്ളൂ. ഇതിന് കയ്യോടെ കൊല്ലിൽ ഇപ്പം തൽക്കാലം ഇവിടം വരെ നോക്കണവരെ നോക്കി 2 എണ്ണം കഴിക്കുമ്പോൾ കൊണ്ട് കൊല്ലിലിടണം. വെള്ളം കൊടുത്തു വേണ്ട, വെള്ളം കൊടുത്താൽ ചിറച്ച് എൻ്റെ മേത്ത് നോക്കി. വെള്ളം അടുപ്പിച്ചിട്ടോ? ആ കിട്ടി കിട്ടി കിട്ടി. കയ്യിൽ കിട്ടിയാ പിടിക്കാണ്ട് പിന്നെ കിട്ടിയേനാ കളി കണ്ട. കിട്ടി 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 കിട്ടി. രണ്ടുണ്ടോ തടത്തിൽ നശിപ്പിച്ചു. എങ്ങനെയാണ് ഇപ്പം മാറി വല്ല. അയ്യോ എൻ്റെ കൈക്കിട്ട് ഇടിച്ചതേ. ഇടിച്ചാ? ആ ഇതിവിടെ കാലവിടെ ഇടിച്ചത്. വള്ളത്തിന്റെ പുറത്ത് പിടിച്ചാ? ആ വലയുടെ അപ്പുറത്ത് ജമ്പ് ചെയ്തു. ശരിടാ, ഈ സൈസ് തന്നെ ആയിരുന്നു കൊമ്പച്ചി. ഇല്ല അവൻ കൊണ്ടിട്ടില്ല. കൊണ്ടുവരുന്നത് അങ്ങനെ ഞാൻ വലയിട്ടാൽ അങ്ങനെ ഒന്നും പോകാറില്ല. പക്ഷെ അവനല്ലായിരുന്നു. അവനല്ലെങ്കിൽ പിന്നെ ഉള്ളതെടുത്തേക്കാം. ഇത് ഞാൻ എടുക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ നമ്മൾ രസത്തിന് പിടിച്ച് വന്നു പോയില്ലേ. ഇത് ചെറുതാണ് ശരിക്കും. വിടാൻ പാടില്ല. അല്ല അങ്ങനെയല്ല, ഇത്രയും ചെറുതിനെ എടുത്തു കഴിഞ്ഞാലേ ഇവന്മാർ ഒരു പ്രാവശ്യം മുട്ടയിട്ട് കുഞ്ഞാകണം ആണല്ലേ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത കുഞ്ഞുങ്ങൾ ഇടേണ്ടി വരും. ഇതാകുമ്പോൾ കുഞ്ഞുങ്ങൾ ഇടണ്ട. എന്തായാലും ഉമ്മാർക്ക് മുട്ടകളുടെ അവസരം കൊടുക്കാൻ. അത് ഉടക്കി കാണുമല്ലോ. കാണണം. ഉടക്കിയിട്ടുണ്ടല്ലോ. ചണ്ടാമൻ. നാലാമത്തെ അല്ലേ അല്ല അധികം ഉടക്കുമ്പോൾ കിട്ടാറുണ്ടല്ലോ. അല്ലെങ്കിൽ നാളെ ഇവന്മാർ കൊടുക്കാൻ നേരത്തെ ബ്രെഡ് മാത്രമല്ല പാടുണ്ടാവും മേത്ത്. എന്നെ കുളിപ്പിച്ച് ചേട്ടാ. നിന്നെ കുളിച്ചിട്ട് കുളിക്കാണ്ടല്ലേ നീ വന്നത്? ഞാൻ അപ്പുറത്തിടാൻ കയറിയെടുത്തു. ഓക്കെ എന്തായി ഉണ്ടായിരുന്നടാ. പോയാ അതെല്ലാം കളിച്ച് കളിച്ച് അവൻ പോയി. പോയത് ഉടക്കിയിട്ടില്ല ഞാൻ.
ശേ ഇച്ചിരി മുഴുപ്പുള്ളായിരുന്നല്ലേ അവിടെ ഒരെണ്ണം ഉടക്കിയിട്ടുണ്ട്. ആ ചാടി 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 അങ്ങ് കയറിയായിരുന്നു എൻ്റെ ഉള്ളിൽ. അയ്യാണ്ടാക്കി അറിഞ്ഞുണ്ട് അതിനൊക്കെ പിടിക്കാം. ഇവിടെ ഒരെണ്ണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നീ ചാടിപ്പ് വല്ല ചാടിപ്പ് വലയെന്നൊക്കെ ചാടണാടാ. അതെന്ത് ദാരിദ്ര്യമാണെന്നല്ലേ ഇങ്ങനെ ഓൾറെഡി നമ്മൾ ചെറുതല്ലേ. ഉത്തമ അകത്തുനിന്ന് കയറി ചാടിപ്പോ ചെറുതാടാ, അതാണ് അതിന്റെ വല. എനിക്കൊന്നും ഈ വലയിൽ കൊള്ളാത്ത മീനുകളുടെ ചാടും. നമ്മളങ്ങനെ ഈ വല അടിക്കുമ്പോഴേ നമ്മൾ ചെമ്മീൻ കടലൊക്കെ അടിക്കുമ്പോഴുള്ള സംഭവം വെച്ചാൽ ഇതിനകത്ത് വേറെ മീനുകൾ കൊള്ളാനും പാടില്ല. ഇതിലും ചെറിയ വലയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ മീനുകളൊക്കെ കുറേ നഷ്ടം വരും. ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടാവില്ല. ഉണ്ട് 3-4 ചാടിയായിരുന്നു. ഇതേ കിടക്കും ചെളിയിപ്പോയി കുട്ടി വന്നിട്ട് ആ പോവുകയും ചെയ്തു. പോയിട്ടൊന്നുമില്ല. ഉടക്കൻസെ കൊറക്കാസി പിടിച്ചാലേ പെട്ടെന്ന് തന്നെ ഞാൻ കൊണ്ട് ഇട്ടില്ല കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട്. ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഇല്ല 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 അത് തന്നെ. അന്ന് എത്ര കിട്ടിയാ രാത്രി ഇട്ടിട്ട്? ഇന്നെ ഇതിലും വേദം പിടിച്ച് അപ്പുറത്തായിട്ട് എറിഞ്ഞായിരുന്നു. ചെറുതായിരുന്നല്ലേ അത്? ചെറുതൊന്നല്ല, കയ്യിൽ നിന്ന് വീർന്നു പോയി. എന്നിട്ട് ചെറുതായിരുന്നു. ആ നിൽക്കേ കൂട്ടല. നീ പോയിട്ടും വരുമ്പോൾ ഞാൻ മീനെ പിടിച്ച് വെക്കുന്നറിയാല്ലേ. തപ്പി പിടിച്ചാനെ അവന് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ പശയാണ്, തൊട്ടാലൊട്ടും കണ്ടായിരുന്നു കുറച്ച് മുമ്പ്. പൈസ ഇതിലും മുഴുത്താണ് നേരത്തെ പോയത്. അത് വരണ്ടല്ലേ, അത് നമ്മുടെ വലിയ പോയി പോയത്. ആ സൈസ് കയറിക്കാനെ പോകാത്തതാണല്ലോ. ഇല്ല ഓ അതെന്താണ്? അതിനുണ്ട് മീനുണ്ട്. അല്ല അതൊന്ന് പിലോപ്പിയാണ്. അത് പതി കേട്ടോ. ചെറുതാ. അല്ല അതിൻ്റെ അടിയിൽ ഉറങ്ങണം. ഇത് പണിയായല്ലേ ഇതിപ്പോ. അതെന്താണ് ഊരിപ്പോയത്? എടാ അത് വാലയ്ക്ക് ഉടക്കിയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ. ഒരു പണിയാ നമുക്കേ വലയിലുള്ളതിൽ ലാസ്റ്റ് എടുത്താൽ മതി കേട്ടാ. അവന് കുറച്ച് ഉടക്കട്ട, അല്ലെങ്കിൽ ഇത് മിക്കവാറും പണിയാവും. ഇതിനെ വിടാനുള്ളതാ. ഇപ്പഴത്തേക്ക് കേട്ടോ മീൻ ഇതുപോലത്തെ മീനെ കിട്ടിയാ കാശാണ്. ബ്ലഡ് വിടാണ്ട് ബ്ലഡ് വരരുത്. ബ്ലഡ് വരാൻ പാടില്ല. ബ്ലഡ് വന്നതിന് അവന് അവിടെ ഇച്ചിരി ബ്ലഡ്. എന്നാലും നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റിലേ എന്താ പ്രശ്നം വെച്ചാൽ ജീവനോടെ മീനെ കൊടുക്കണം. അതിൻ്റെ ഇടയിൽ മേത്തിങ്ങനെ വരയൊന്നും പാടില്ല. അപ്പം വലയിൽ അധികം നേരം കിടന്നാലേ ജസ്റ്റ് മിസ്. ഇതിന് ഒരെണ്ണം സെൽഫ് ഗോൾ അടിച്ചാണ് കേട്ടോ. സെൽഫ് ഗോളായിരുന്നു, ചാടി വീണതാണ്. പക്ഷെ വീഡിയോയിൽ കിട്ടില്ല. സെൽഫ് ഗോൾ അടിച്ചാൽ മതി, നമുക്കിഷ്ടം. ഞാൻ ഇടുന്നു കേട്ടോ പോയിട്ട്. ആയിട്ട് 3 ആയില്ലേ. ഓക്കെ ബൈ ബൈ. ഷോ ഇത് അവിടെ പോയി തുഴഞ്ഞ് പോകണ കാര്യം കൊടുത്തിട്ട് അവസാനം പപ്പിൽ വളച്ചെന്ന് തോന്നുന്നു. ചാറുണ്ട്. എന്ത് സാധനമാണ് തപ്പി പിടിച്ചേക്കണം? മീനൊക്കെ ഇടണമെങ്കിൽ ഇവനെ പോലത്തെ സാധനം കിട്ടണം. എന്ത് സാധനം? കയ്യിലൊതുങ്ങിയിട്ടില്ല. കയ്യിലൊതുങ്ങിയില്ലേ? കയ്യിൽ കിട്ടിയിട്ടില്ല സാധനം. വിടല്ലേ കേട്ടാ, വിട്ട് പരാജയം സമ്മതിക്കേണ്ടി വരും. ഓ 2 ഉണ്ട്. രണ്ടാമത്തെ പോയി. മലയുണ്ടായിരുന്നു കിട്ടിയതാണ്. ആ മലയിട്ട് അടുത്തോട്ട് വാ. ഞാൻ ഇങ്ങനെ വരാണ്. വെള്ളം ഇങ്ങനെ ബാക്കിലോട്ട് വാ. ഉണ്ട് വാ. നമ്മളേ ഒരു അടവ് വിട്ട് പോയത്. ഇവിടെ നമ്മളൊരു ചെറിയ കുറച്ച് കൊമ്പും കോലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കൊമ്പും കോല എന്തിനു വേണ്ടി ഇട്ടേക്കണെന്ന് വെച്ചാൽ ആളുള്ളവർക്കും ഇതൊക്കെ വെറുതെ നട്ടപ്പരാതിന് ഇട്ടേക്കണെന്ന്. ശരിക്കും കരിമീൻ ഇങ്ങനെ കയറി മുട്ടയിട്ട് അടുത്ത സംഭവം ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവൻ വലയിൽ ഉടക്കിയല്ലടാ, ഈ സൈസ് വലയല്ല നമ്മുടെ. കുരുക്കി എടുത്താണ്. ഇല്ല ഇത് കുരുക്കി, ഇത് ഒരു അത്ഭുതത്തിൽ പെട്ടതാണ്. കാര്യം ഈ സൈസ് ഉടക്കാനുള്ള വലയല്ല. ഈ സൈസ് ഉടക്കണമെങ്കിൽ വല വേറെ വേണം. മറിച്ചെടുക്ക ചേട്ടാ. മറിക്കാനാണ് മറിച്ച് വെള്ളത്തിക്കളാണല്ലോ എന്നുള്ളത്. പിരിഞ്ഞ് കിടക്കണേ. ഈ സൈസ് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ആ സൈസ് ഉണ്ടോ? ആ സൈസ് തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. അതല്ലേ പറഞ്ഞ അവനെ ഫസ്റ്റ് ടൈം പൊക്കി. ഇല്ല 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 പപ്പിൻ്റെ അടിയിലുണ്ട്. പൊക്കി എടുത്ത അതിനകത്തില്ല. ഇതല്ലേ അത്രയില്ല എന്നാലും. അതെ അതേ രീതിയിൽ പോയാണ്. പക്ഷെ അവൻ പോയിട്ടാ, പിരിഞ്ഞു പോയി. ഇത് വളച്ചത് വലിയ ഞാൻ എന്നെ മീൻ അല്ല ഇത് ഒറ്റക്കെന്ന് അടിച്ചിട്ട് ഇത് നഷ്ടമില്ലാത്ത വളക്കലായി.
ഇച്ചിരി സ്ഥലമല്ലേ വളച്ചുള്ളൂ നമ്മൾ. ഇതേപോലത്തെ കുറച്ച് സ്ഥലം കൂടി ഉണ്ടാകണ്ടായിരുന്നു. സാധനം കിട്ടും നമുക്ക്. ഇതിന് പല്ല് വന്ന കരിമീന. മുഖ്യ പല്ലാണ്. പല്ല് വന്നിട്ടുണ്ട്. കേട്ടോ രണ്ടെണ്ണം പട 2 3 മരക്കിനി വല്ല അടിവല്ല തോളെന്ന് അറിയാൻ പറയാം. 4 5 6 തീർന്നു 10 കണ്ട് കരിമീനായിട്ടുണ്ട് കൊല്ലില്. 10 കണ്ടമായാ ആയിട്ടുണ്ടാവും. അയ്യോ അച്ചറയാണ് പണ്ടാരം. എന്താണ് അച്ചറയാണ് എൻ്റെ കാലിൻ്റെ അടി വന്ന് കിടന്ന് വെച്ചത്. എറിഞ്ഞു കളയാ. 18 കരിമീനായെന്നാണ് റോഷൻ പറഞ്ഞത്. ഞാൻ അപ്പോൾ ഇനി ഞങ്ങളുണ്ടല്ലേ ഇത് നോക്കൂ അങ്ങോട്ട് പോവാം. വല ഞങ്ങൾ വേറെ സ്ഥലത്ത് അടിച്ചിട്ടും ഇതേപോലെ തന്നെ പിടിക്കും കേട്ടോ. ലാസ്റ്റ് കാണിച്ചു തരാം എത്ര മീനെ കിട്ടിയെന്ന്. എല്ലാം കൂടി കാണിക്കാൻ ഇത്ര ആണിയില്ല. വെയിൽ മഴ എടുക്കത്ത വെയില്. ഈ വലയും കടിപ്പിക്കണം. വല എടുത്തു പോകണം റോഷ. വാ വല എടുക്കണം. അടിപ്പിച്ചോ എന്നാ എടുത്തു. ഞാൻ വള്ളം ഇങ്ങനെ വളച്ചെടുക്കാം. കൊള്ളാം അല്ലേ? ഇതേപോലെ തന്നെയാണ് ഇപ്പം 2 3 കിട്ടിയായിരുന്നു. ഇതുപോലത്തെ 2 3 എടുത്ത് വെക്കാം കേട്ടോ. നമുക്ക് നാളെ കറി വെക്കാം. നൈസായിരിക്കും. ഇത്രയുള്ള മീനെ തിന്നണം. കരിമീനെ തിന്നണമെങ്കിൽ അത് നല്ല ഉപ്പ് വെള്ളത്തിൽ കിടക്കുന്ന കരിമീനല്ലേ. അച്ഛന്മാർ നല്ല ഏട്ടാ ആ ഒരു വല അങ്ങോട്ട് മോശം വന്നില്ല ഏട്ടാ. ആ വല എടുത്തപ്പോൾ നമുക്ക് ഇത്രയും മീനും കൂടി കിട്ടി. ഈ വലയിൽ ഇനി ഇതിൻ്റെ അടിയിൽ ഹോളണ്ടായിട്ട് ഇത് തന്നെ ഓടി വന്നിട്ട് നമ്മുടെ വലയെ കൊള്ളാനൊന്നും അറിയാൻ പറ്റുക. ആയിക്കോട്ടെ ഉണ്ടായാൽ മതി. അതെ ഞങ്ങൾ മീൻപിടുത്തം അവസാനിപ്പിച്ചു കേട്ടാ. ഇന്നത്തെ ഞങ്ങളുടെ മീൻ എന്തോരുണ്ടെന്ന് ഞങ്ങളും നോക്കട്ടെ. ഈ ചെമ്മീൻ നാരങ്ങ മീൻ എങ്ങനെയാ തോന്നി കിടക്കാൻ? ചൂണ്ടിടാനൊക്കെ എടുക്കാൻ നോക്കുക. പോയാ എന്തിനാ നോക്കണെന്ന് വെച്ചാലേ ചത്തിട്ടുണ്ടാവുന്ന കൂടി നമ്മളൂടെ അറിയണ്ടേ. വലിയ കുഴപ്പമില്ല. ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ വലിയ കുഴപ്പമില്ലാണ്ട് കിടക്കണുണ്ടല്ലേ. പിന്നെ കുഴപ്പമില്ല. താത്തിക്കോ ഇനി ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി വൈകുന്നേരം.